എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാത്രാ വീഡിയോ ആണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ വരുന്നത് ഒരു 40 മണിക്കൂർ കൊണ്ട് ഒരു 6 രാജ്യങ്ങൾ കവർ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളൊരു വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ ഞാൻ ഈ പറയുന്ന 40 മണിക്കൂറിനുള്ളിൽ ഈ ഏതൊക്കെ രാജ്യങ്ങളിലൂടെ എങ്ങനെയൊക്കെ പോകണം എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആ വഴിയായ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ജർമ്മനിയിലാണ്. ഇതാണ് 6 രാജ്യത്തിലെ 1ാമത്തെ രാജ്യം. അപ്പോൾ നമുക്കിനി പതുക്കെ വീഡിയോയ്ക്ക് പോകാം. ഞാൻ ആദ്യം പോകുന്നത് ബസ്സിലാണ്. ഇവിടെ ജർമ്മനിയിൽ ഒരു ഫ്ലിക്സ് ബസ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഫ്ലിക്സ് ബസ് അത് നമ്മുടെ ഇന്ത്യയിലും വന്നിട്ടുണ്ട്, ബാംഗ്ലൂരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്ലിക്സ് ബസ് കയറാനായിട്ട് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു യാത്രയിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണാത്ത 2 എയർപോർട്ട് കാണും. ആ ഒരു 2 എയർപോർട്ട് കാണും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഇതിലത്തെ കൗതുകങ്ങൾ. പിന്നെ ഞാൻ കയറാത്ത 2 ഫ്ലൈറ്റ് സർവീസിലും കയറും. അതും എൻ്റെ ഒരു കൗതുകമാണ് ഈ ഒരു യാത്രയിലത്തെ. കാരണം ഞാൻ ഇതുവരെ യാത്ര ചെയ്തിട്ടുള്ള എയർലൈൻസ് അല്ലാത്തൊരു എയർലൈൻസാണ് ഞാൻ അതിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ സ്ഥിരമായിട്ടോ ഏതെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എയർലൈൻസും കാര്യങ്ങളൊക്കെ എന്താണ് അവസ്ഥ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുവരെയും സഞ്ചരിക്കാത്ത 2 എയർലൈൻസും ഇതുവരെ കാണാത്ത 2 എയർപോർട്ടും ഈ ഒരു യാത്രയിൽ വരും. അപ്പോൾ ആദ്യം ഞാൻ ബസ്സിലാണ് പോകാൻ പോകുന്നത്. ഞാൻ ബസ്സിൻ്റെ സ്റ്റോപ്പിലേക്ക് പതുക്കെ നടന്നുകൊണ്ടിരിക്കുക. ഫ്ലിക്സ് ബസ്, ഈ ബസ് നമ്മുടെ ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, കുഴപ്പമില്ലാത്ത തണുപ്പ്, -3, പക്ഷെ നന്നായി തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് ഫ്ലിക്സ് ബസ്സിൻ്റെ സ്റ്റേഷൻ. പക്ഷേ ഇവിടേക്ക് വന്നിരിക്കുന്ന വണ്ടി അവർ എഴുതിയിട്ടുണ്ടായിരുന്നു, മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, അവർ ബ്രാൻഡിങ് ഇല്ലാത്ത വണ്ടിയാണ് വരാമെന്ന്. ഈ ഒരു വണ്ടിയിലാണ് അടുത്ത യാത്ര. വണ്ടി ഒന്നും ആൾക്കാർ ഇറങ്ങി, ഇതിൻ്റെ സമയം ആയിട്ടില്ല, കുറച്ച് നേരത്തെ എത്തിയതാണ് വണ്ടി. ഫ്ലിക്സ് ബസ് നല്ലൊരു പച്ച കളറിലാണ്. ബാംഗ്ലൂർ വന്നിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അവിടെ അതിന് ശേഷം ഉണ്ടായിരിക്കുന്ന പുരോഗമനം എന്താണെന്ന് അറിയില്ല. ഒരു ജർമ്മൻ കമ്പനിയാണ്, യൂറോപ്പിനെ മൊത്തം കണക്ട് ചെയ്യണതാണ്. പക്ഷെ അവർ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടി എനിക്കിപ്പോൾ വരുന്ന വണ്ടിക്ക് ബ്രാൻഡിങ് ഇല്ല, അവരുടെ ബ്രാൻഡിങ് ഇല്ലാത്തൊരു വണ്ടിയാണ് വരുന്നത് എന്നുള്ളത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡ്രൈവറൊക്കെ വരും, നമ്മുടെ പെട്ടിയൊക്കെ ഇതിനുള്ളിൽ വെച്ച് നമ്മൾ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് അവരങ്ങനെ കടത്തും. അപ്പോൾ അങ്ങനെ ഇതാണ് എൻ്റെ ആദ്യത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള തന്നെ, നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ ബസ്സുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതുമാതിരി നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഒരു പെട്ടി ഇതിൽ വെക്കാം. നമ്മൾ ആ ടിക്കറ്റ് എടുക്കുന്നതിൽ ഫ്ലൈറ്റിൻ്റെ ഒക്കെ പോലെ തന്നെ ഒരു പെട്ടി ഇതിൽ വെക്കാം. ഒരു ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് നെതർലാൻഡ്സാണ്. നെതർലാൻഡ്സിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജർമ്മനിയിൽ നിന്ന് ക്രോസ് ചെയ്തു നെതർലാൻഡ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് അടുത്ത രാജ്യം ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നെതർലാൻഡ്സിൽ കൂടെ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ 2ാമത്തെ രാജ്യത്തിലേക്ക് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെതർലാൻഡ്സിൽ കൂടെ നമ്മൾ ജർമ്മനി കവർ ചെയ്തു. ജർമ്മനിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് യാത്ര. ഇപ്പോൾ നെതർലാൻഡ്സിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നെതർലാൻഡ്സിലൊരു പ്രത്യേക സ്ഥലത്ത് ഇറങ്ങലൊന്നുമില്ല. നമ്മൾ ആ ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഒരു 2 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് നെതർലാൻഡ്സിൽ കൂടെ ഉള്ളൊരു യാത്ര. ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വേറെ അതിനിടയിൽ ചെക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ യാത്ര ചെയ്യുക. അവിടുത്തെ ഈ ഒരു ഹൈവേ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. ഇപ്പം ഞാൻ എൻ്റെ 2ാമത്തെ സ്റ്റോപ്പിലെത്തി. നമ്മൾ നേരത്തെ കയറിയ ആഹനിൽ നിന്ന് കയറിയ ജർമ്മനിയിൽ നിന്ന് കടന്ന് അതുപോലെ തന്നെ നെതർലാൻഡ്സിൽ കൂടെ പോയിട്ട് നമ്മളിപ്പോൾ 3ാമത്തെ രാജ്യത്തെത്തി. ഈ രാജ്യത്തിൻ്റെ പേര് ബെൽജിയം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ബെൽജിയം എന്ന് പറഞ്ഞ രാജ്യത്തിൽ ബ്രുസൽസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ 6 രാജ്യങ്ങളിൽ ഇപ്പോൾ 3ാമത്തെ രാജ്യമായി. ജർമ്മനി കഴിഞ്ഞു, നെതർലാൻഡ്സ് കഴിഞ്ഞു, അതുപോലെ തന്നെ ബെൽജിയത്തിലാണ്. ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ഉണ്ട്. അതിന് ശേഷമാണ് അടുത്ത രാജ്യത്തേക്ക് പോവുക. അതിനിവിടെ മുഴുവൻ നല്ല വലിയ വലിയ കെട്ടിടങ്ങളാണ്. ഈ ബ്രുസൽസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് വലിയ വലിയ കെട്ടിടങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് വഴി അടുത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ കാണാം. അപ്പോൾ ബെൽജിയത്തിലത്തെ ബ്രുസൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാം. കണ്ടോ ഫ്ലിക്സ് ബസ്, ഇതാണ് ശരിക്കും ഫ്ലിക്സ് ബസ്സിൻ്റെ കളറും കാര്യങ്ങളൊക്കെ. ഈ ഒരു ഗ്രീൻ കളർ, ഇതൊക്കെ ബ്രുസൽസുള്ള ബിൽഡിങ്ങാണ്. നല്ല തണുപ്പോളെ, അത്യാവശ്യം നല്ല തണുപ്പാണ്. ഇതൊക്കെ ബാഴ്സലോണയ്ക്ക് പോകുന്ന ആൾക്കാർ, ഈ വണ്ടിയിലുള്ളവരൊക്കെ ബാഴ്സലോണയ്ക്കുള്ളവരാണ്. ഒരുവിധ ആളുകളും അതിനിടയിലുള്ള സ്റ്റോപ്പുകളൊക്കെ വേറെ അങ്ങനെയൊക്കെ. ഇത് ഈ ബാഴ്സലോണ റൂട്ടിൽ പോകുന്ന വണ്ടികളാണ്. ഇവിടെ ഈ ഒരു വണ്ടി കയറി പോയി ബാഴ്സലോണ എത്താം. വേറെ വിസയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് 4ാമത്തെ രാജ്യം. നമ്മൾ ജർമ്മനി, നെതർലൻഡ്സ്, ബെൽജിയം, അതിനുശേഷമുള്ള 4ാമത്തെ രാജ്യം. ഈ ഒരു എയർപോർട്ടിൽ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് പാരീസിലത്തെ CDG എയർപോർട്ട്, പാരീസ് CDG എയർപോർട്ട്. ഇപ്പോൾ ഈ ഒരു എയർപോർട്ട് ആദ്യമായിട്ട് കാണും ചെയ്യും. അതേപോലെ തന്നെ ഒരു ഫ്ലൈറ്റ്, ജർമ്മനിയുടെ ഒരു ഫ്ലൈറ്റ് ഉണ്ട്, ലുഫ്താൻസ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നമുക്ക് ഇന്ത്യക്ക് എയർ ഇന്ത്യ ആണ്, ചൈനയ്ക്ക് എയർ ചൈന, ഫ്രാൻസിന് എയർ ഫ്രാൻസ് എന്നൊക്കെ പറയുന്ന പോലെ ജർമ്മനിയുടെ ഫ്ലൈറ്റാണ് ലുഫ്താൻസ. ഞാൻ ആ ഒരു ലുഫ്താൻസിൽ കയറിയിട്ടില്ല, പിന്നെ ഈ എയർപോർട്ട് കണ്ടിട്ടില്ല.
അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ 4ാമത്തെ രാജ്യത്തേക്ക് എത്തി. അങ്ങനെ ഞാൻ ചെക്ക് ഇൻ ചെയ്യാൻ പോവാം. അങ്ങനെ ഞാനിപ്പോൾ പാരീസ് എയർപോർട്ടിലാണ്. പാരീസ് CDG എയർപോർട്ട്. ഇതാണ് ആ ലുഫ്താൻസ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതുവരെ കയറിയിട്ടില്ല എന്ന് പറഞ്ഞ ആ ഒരു ഫ്ലൈറ്റിൽ, ജർമ്മനിയുടെ. ഇതാണ് ലുഫ്താൻസ ഫ്ലൈറ്റ്. അപ്പോൾ ചെക്കിനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഈ പാരീസിൽ നിന്ന് ലുഫ്താൻസയ്ക്ക്, ഞാൻ പറഞ്ഞ എൻ്റെ 4ാമത്തെ രാജ്യമാണ്. ഈ ഒരു യാത്രയിൽ വരുന്ന 4ാമത്തെ രാജ്യം. ജർമ്മനി കഴിഞ്ഞു, നെതർലൻഡ്സ് കഴിഞ്ഞു, ബെൽജിയം കഴിഞ്ഞു, ഫ്രാൻസ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മൾ പതുക്കെ ചെക്ക് ചെയ്ത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഫ്ലൈറ്റിൽ ഞാൻ കയറിയിട്ടില്ല. അപ്പോൾ അതിലൊന്ന് ആദ്യമായിട്ടൊന്ന് കയറി നോക്കട്ടെ. ഇത് എയർബസ്സാണ്, ബോയിങ് ഒന്നുമല്ല. എന്നാലും ജർമ്മനിയുടെ ഒരു ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എയർ ഇന്ത്യയൊക്കെ പോലെ അതേമാതിരി ഒരു സംഭവത്തിൽ നമ്മളൊന്ന് കയറി നോക്കണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി എടുത്തത് ടിക്കറ്റ്. അപ്പോൾ അങ്ങനെ ഞാൻ ലുഫ്താൻസയിൽ കയറി. ലുഫ്താൻസയിൽ ഞാൻ പറഞ്ഞില്ല, ഇത് എയർബസ് ആയതുകൊണ്ട് സർവീസ് എങ്ങനെയുണ്ടെന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇത് ബോയിങ് ഫ്ലൈറ്റ് അല്ല, ഇത് എയർബസ്സാണ്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു വ്യത്യാസമുണ്ട്. ഈ ഫ്ലൈറ്റിൽ വൈഫൈ ഒക്കെ ഉണ്ട്. നമ്മുടെ എയർ ഇന്ത്യയിൽ ഇപ്പോൾ വന്നു എന്ന് കേട്ടത്. ഇതെനിക്ക് ഇവരെപ്പോൾ തുടങ്ങിയതാണെന്നൊന്നും അറിയില്ല ഇതിനെ പറ്റിയിട്ട്. ഇവിടെ ഇത് എന്ന് മുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അറിയില്ല. പക്ഷെ ഇതിൽ നെറ്റ് ഉണ്ട്. ഇത് ഫ്രാങ്ക്ഫൂർട്ട് എയർപോർട്ടാണ്. ഞാൻ ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. ഇനിയാണ് ശരിക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പോകുന്നത്. അപ്പം അങ്ങനെ ഫ്രാങ്ക്ഫൂർട്ട് എയർപോർട്ടിലെത്തി. ഇത് മുമ്പ് ട്രാവൽ ചെയ്തിട്ടുള്ള എയർപോർട്ടാണ്. ആ പാരീസ് എയർപോർട്ടാണ് ട്രാവൽ ചെയ്യാത്തത്. അതുമാതിരി തന്നെ ലുഫ്താൻസ. അങ്ങനെ ഞാൻ ഫ്രാങ്ക്ഫൂർട്ടിൽ നിന്ന് എൻ്റെ അടുത്ത ഫ്ലൈറ്റിൽ കയറി. ഫ്രാങ്ക്ഫൂർട്ടിൽ നിന്ന് കയറാൻ പോവാം. ബോർഡിങ് നടന്നുകൊണ്ടിരിക്കുക. ഇത് ഞാൻ അതുമാതിരി കയറാത്തൊരു ഫ്ലൈറ്റാണ്, ഒമാൻ എയർ. അപ്പോൾ ഒമാൻ എയർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാം. അങ്ങനെ ഞാൻ ഒമാൻ എയറിലെത്തി. ഇത് ബോയിങ് ആണ്. നേരത്തെ നമ്മൾ കയറിയ ലുഫ്താൻസ എയർബസ് ആയിരുന്നു. അതിൽ TVയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് 1 മണിക്കൂറെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം. എയർബസ്സാണ്. ഇത് ബോയിങ് ആണ്. ഇതിൽ ഒരു പുതപ്പ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചാർജ് മറ്റേ ഹെഡ്സെറ്റ് വന്നിട്ടുണ്ട്. പിന്നെ പില്ലോ വന്നിട്ടുണ്ട് ഉറങ്ങാൻ. അപ്പോൾ അങ്ങനെ ഒമാനിലേക്ക് യാത്ര. അതാണ് എൻ്റെ 5ാമത്തെ രാജ്യം. 4 രാജ്യം കഴിഞ്ഞ് 5ാമത്തെ രാജ്യത്തേക്ക് നമ്മൾ പോകണം, ഒമാൻ. ഇത് നമ്മുടെ എയർ ഇന്ത്യയിലത്തെ പോലെയല്ല. ഇതിൽ സിനിമകളും കാര്യങ്ങളും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അതുകൊണ്ട് കുഴപ്പമില്ല. മൂവീസ്, TV, മ്യൂസിക്, ഗെയിംസ്, റേഡിയോ അങ്ങനെ ഉണ്ട്. ഇതിൽ സ്റ്റുവർട്ട് ലിറ്റിൽ അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ഞാൻ അപ്പോൾ സിനിമകൾ നോക്കിയപ്പോൾ നമുക്ക് ഏഷ്യൻ സിനിമകൾ, അതുമാതിരി തന്നെ യൂറോപ്യൻ സിനിമ ഏത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇന്ത്യൻ റീജിയണൽ സിനിമാസിൽ നമ്മുടെ മലയാളവും ഹിന്ദിയും തമിഴും എല്ലാം ഉണ്ട്. മഞ്ഞുമൽ ബോയ്സ്, ഫാലിമി, ഗരുഡൻ, ക്യാപ്റ്റൻ മില്ലർ. അപ്പോൾ ഏതെങ്കിലും കാണാത്തൊരു പടം ഇരുന്ന് കാണാം. ആപ്പച്ചൊളിവിലാണ്ടൊക്കെ കണ്ടു കഴിഞ്ഞു. കൊറോണ തവാൻ കണ്ടു. പൂവൻ അതും കണ്ടതാ. ഇതിൽ കണ്ട പടങ്ങളാണ് മൊത്തം. എന്നാലും വെറുതെ ഏതെങ്കിലുമൊക്കെ പടം. ജയിലറൊക്കെ ഉണ്ടല്ലോ. ജയിലർ കണ്ടല്ലോ ഇപ്പം തന്നെ. ജയിലർ. അങ്ങനെ വർക്ക് ചെയ്യുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. നമ്മുടെ എയർ ഇന്ത്യ പോലെയല്ല. എയർ ഇന്ത്യനെ കുറ്റം പറയാനല്ല, പക്ഷേ എയർ ഇന്ത്യയിൽ ഇത് വർക്ക് ആവാറില്ല പൊതുവെ. ശരിക്ക് ഈ എയർ ഇന്ത്യ ഇപ്രാവശ്യം എടുക്കാണ്ട് വേറൊരു ഫ്ലൈറ്റ് എടുത്തതിൻ്റെ റീസൺ തന്നെ എങ്ങനെയാണ് മറ്റ് ഫ്ലൈറ്റുകൾ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മറ്റ് ഫ്ലൈറ്റുകളായിട്ട് ആളുകൾ കമ്പയർ ചെയ്തിട്ട് കേൾക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എയർ ഇന്ത്യ മോശമാണ്, അതാണ് ഇതാണ്, മറ്റ് ഫ്ലൈറ്റുകളൊക്കെ അടിപൊളി എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് നിർത്തത് അങ്ങനെയാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അത് ശരിയാണ് അവർ പറയണതൊക്കെ, പുറത്തുനിന്നുള്ള ആളുകളൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കേട്ടോ. എയർ ഇന്ത്യനൊക്കെ നല്ല ഫ്ലൈറ്റുകളുണ്ട് വേറെ, അതാണ് ഇതാണെന്നൊക്കെ. അപ്പോൾ അത് സംഭവം ശരിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇപ്പോൾ. അതിന് വേണ്ടി തന്നെയാണ് ഞാനിത് എടുത്തത്. ഇതിൽ ഗെയിം എല്ലാം ഉണ്ട്, ഒരുവിധം കാര്യങ്ങളൊക്കെ ഉണ്ട്.
അങ്ങനെ നമ്മൾ ഈ ഒരു യാത്രയിലത്തെ 5ാമത്തെ രാജ്യത്തെത്തിക്കുകയാണ്, ഒമാൻ. ഈ ഒരു രാജ്യത്ത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു എയർപോർട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മസ്കറ്റ് എയർപോർട്ട്, ഒമാനിലത്തെ മസ്കറ്റ് എയർപോർട്ടാണത്. നല്ല എയർപോർട്ടാണ്, കുഴപ്പമില്ല. അങ്ങനെ പുതിയ 2 എയർപോർട്ട് കണ്ടു. ഒന്ന് നമ്മുടെ പാരീസ് എയർപോർട്ടും, രണ്ടാമത്തെ ഈ ഒരു മസ്കറ്റ് എയർപോർട്ടും. അതുപോലെ തന്നെ ഇതുവരെയും കയറാത്ത 2 ഫ്ലൈറ്റിലും കയറി. ഒന്ന് ലുഫ്താൻസ, ഒന്ന് ഒമാൻ എയർ. ഇനി ഇവിടെ നമ്മുടെ 6ാമത്തെ രാജ്യത്തേക്ക് പോകണം. ഒമാൻ എയർപോർട്ട് അത്യാവശ്യം വലുതാണ്, കാണാനൊക്കെ രസമുണ്ട്, നല്ല ഭംഗിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ. ഇത് മുമ്പ് ചെയ്തതാണോ മുമ്പോട്ട് എങ്ങനെയാണോ ഇപ്പോൾ ഒന്നാണോ എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഇവിടെ പറഞ്ഞത്. ഈ എയർപോർട്ടിൻ്റെ പല ഭാഗങ്ങളിലും ഈ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടെ ഉണ്ടോ, നല്ലൊരു സ്മെല്ലാണ്. അതുകൊണ്ട് ഇത് പല സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ടാവും, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അങ്ങനെ ഈ എയർപോർട്ടിൽ വന്നപ്പോൾ, ഈ മസ്കറ്റ് എയർപോർട്ടിൽ വന്നപ്പോൾ കാണുന്ന ആളുകളും ഡ്രസ്സും വേഷമൊക്കെ മാറി. പുതിയ വേഷങ്ങൾ, ഭാവങ്ങൾ, അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മൊത്തത്തിൽ ആൾക്കാരൊക്കെ മാറി. മസ്കറ്റ് എയർപോർട്ടിലത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ. ഞാൻ അവിടെ നിന്ന് പതുക്കെ എൻ്റെ അടുത്ത രാജ്യത്തേക്ക് പോവാം. ഫൈനൽ നമ്മുടെ ആ എണ്ണത്തിൽ 5 കഴിഞ്ഞു. ഇനി അവസാനത്തെ രാജ്യത്തേക്കുള്ള കണക്ഷന് വേണ്ടി പോവാം. നല്ല ഭംഗിയിലും ചെയ്തിട്ടുണ്ട് ഈ ഒരു എയർപോർട്ട്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. നമ്മളെ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ അത്ര ഒന്നുമില്ല, എന്നാലും നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അങ്ങനെ അവസാനത്തെ രാജ്യമായ ഇന്ത്യയിലെത്തി. അപ്പോൾ നമ്മുടെ 6 രാജ്യങ്ങളുടെ പട്ടിക ഇവിടെ തീരാണ്. ജർമ്മനിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെതർലൻഡ്സ് കഴിഞ്ഞ് ബെൽജിയം, ഫ്രാൻസ്, ഒമാൻ, ഇന്ത്യ. അപ്പോൾ ഞാൻ എൻ്റെ അവസാനത്തെ ലൊക്കേഷനായ ഇന്ത്യയിലെത്തിയത് നേരത്തെ കണ്ടിരുന്നല്ലോ. അപ്പോൾ ഞാൻ വീട്ടിലെത്തി. അപ്പോൾ എൻ്റെ ഈ ഒരു യാത്രയ്ക്ക് ടോട്ടൽ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജർമ്മനിയിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആ പാരീസ് എയർപോർട്ടിൽ ഏകദേശം ഒരു 9 മണിക്കൂറാണ് എടുത്തത്. ആ ബസ്സിൽ പോകാനായിട്ട് ഒരു 9 മണിക്കൂറാണ് എടുത്തത്. പിന്നെ ആ പാരീസ് എയർപോർട്ടിൽ നിന്ന് പിന്നീട് ഒരു 19 മണിക്കൂറാണ് എടുത്തത്. അങ്ങനെ 19, 9, 28 മണിക്കൂറാണ് ടോട്ടൽ ഈ ഒരു 6 രാജ്യത്തിൽ കൂടെ കവർ ചെയ്ത് പോകാനായിട്ട് നമുക്ക് ഇത് വന്നത്. പിന്നെ അവിടെ എയർപോർട്ടിലിരിക്കുന്ന സമയം ഞാൻ ഇതിൽ കൂട്ടിയിട്ടില്ല. എന്നുവെച്ചാൽ ശരിക്കും യാത്ര കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആ പാരീസ് എയർപോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് അവിടെ നിന്ന് ജസ്റ്റ് അപ്പം തന്നെ ഫ്ലൈറ്റ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഒരു 28 മണിക്കൂർ. അതിനിടയിൽ എനിക്ക് ഒരു ചെറിയൊരു ഇത്തിരി സമയം എയർപോർട്ടിൽ ഇരിക്കേണ്ടി വന്നു. അത് ഞാൻ ഇതിൽ പറയുന്നില്ല. പക്ഷെ ആ ഒരു 19 ഫ്ലൈറ്റുള്ള 19 പ്ലസ് ഫ്ലൈറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ ലേ ഓവറൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ 19 എന്ന് വെച്ചാൽ ആ പാരീസ് എയർപോർട്ടിൽ നിന്ന് കൊച്ചിക്ക് 18.4 അത്രയാണ് ആവേഴ്സാണ് വരിക. ഞാനൊരു റൗണ്ടായിട്ട് 19 പറയണമെന്നുള്ളൂ. അങ്ങനെ ആ ഒരു 19 പിന്നെ ബസ്സിലുള്ള 9 കൂടി 28 മണിക്കൂറാണ് നമുക്ക് ആകെ ഈ ഒരു യാത്രയ്ക്ക് എടുത്തത്. അപ്പോൾ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കാണാത്ത 2 എയർപോർട്ട് കണ്ടു. ആ പാരീസ് എയർപോർട്ട് കണ്ടു, അതേപോലെ തന്നെ ഒമാനിലത്തെ ആ എയർപോർട്ട് കണ്ടു. അങ്ങനെ 2 എയർപോർട്ട് ഇതിൽ നമ്മൾ കവർ ചെയ്തു. അതുപോലെ തന്നെ ഇത്ര രാജ്യങ്ങളിൽ കൂടെ ഒരു യാത്രയും നൈസായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബായ്.